ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് എളുപ്പത്തിൽ എങ്ങനെ നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതിന് മുൻപ് ഉള്ളിയൊക്കെ വഴറ്റി വളരെ കഷ്ടപ്പെട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാം എന്ന് നോക്കാം. ഓക്കെ, നമുക്കതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് ചിക്കൻ മസാലപ്പൊടി, 2 ഓനിയൻ കട്ട് ചെയ്ത്, ടർമറിക് പൗഡർ, പെപ്പർ പൗഡർ, ചില്ലി പൗഡർ, കുറച്ച് കറി ലീഫ്, ഒരു 1 പീസ് ജിഞ്ചർ, കുറച്ച് ഗാർലിക്, കുറച്ച് കോറിയാൻഡർ പൗഡർ ആൻഡ് സോൾട്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നമുക്ക് 2 സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ കറി മസാല പൗഡർ 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ചില്ലി പൗഡർ 2 സ്പൂൺ, ടർമറിക് പൗഡർ ജസ്റ്റ് 1 സ്പൂൺ, കോറിയാൻഡർ പൗഡർ 2 സ്പൂൺ, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുക. കറി ലീഫ് ആഡ് ചെയ്യുക ആവശ്യത്തിന്. ഉപ്പ്, സോൾട്ട് ആവശ്യത്തിന് ആഡ് ചെയ്യുക. ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു നുള്ള് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അത് മൂടി വെച്ച് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഓക്കെ, ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ടോളാം. നമുക്ക് ഈ ചിക്കൻ കറി ഇടയ്ക്കൊന്ന് മറച്ചിട്ട് നോക്കാം, ഒന്ന് ഇളക്കിയിട്ട് നോക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയിടുക. ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് നല്ല സ്മെല്ലാണ് വരുന്നത്. നമുക്ക് ഒരു 10 മിനിറ്റോടെ ഇതിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. 10 മിനിറ്റോടെ കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. വീണ്ടും നന്നായിട്ട് മൂടി വയ്ക്കാം. ഓക്കെ, ഇനി സ്റ്റൗ ഓഫ് ചെയ്യാണ്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തിരി കോറിയാൻഡർ ലീഫ് ഇതിലിട്ട് കൊടുക്കാം. ഞാൻ എല്ലാ കറികൾക്കും ഇത്തിരി കോറിയാൻഡർ ലീഫ് ഇട്ട് കൊടുക്കാറുണ്ട്. ലീഫ് ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് സ്റ്റിർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഒന്ന് നോക്കാം, വെന്തിട്ടുണ്ട് നന്നായിട്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ടിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് വെന്തോന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാൻ. കണ്ടോ, എല്ലാം നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വിട്ടു പോരുന്നുണ്ട് എല്ലിന്നൊക്കെ കേട്ടോ. നമ്മുടെ ഉണ്ടാക്കിയ ചിക്കൻ കറി നല്ല ചൂടോടുകൂടി 2 ബ്രെഡൊക്കെ എടുത്ത് നമുക്ക് 2 ബ്രെഡോടുകൂടി കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാലോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാം. നമുക്ക് അടുത്ത വീഡിയോ വരേക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വരേക്കും ബൈ.